രാജ്യത്തിൻ്റെ 80ാം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നോക്കൂ, പുതിയ ചില വിഭാഗീയ ചിന്തകൾക്കാണ് ഇന്ന് അവസരമൊരുക്കിയത്. നാം ഇന്ത്യക്കാർ ഒന്നാണ്. നമ്മുടെ സ്വാതന്ത്ര്യദിനം എന്നത് നീണ്ട കാലത്തെ ബ്രിട്ടീഷ് വിരുദ്ധ കോളനി വിരുദ്ധ സമരങ്ങളുടെ ഫലമായി നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതാണ്. ആ സ്വാതന്ത്ര്യം ലഭിച്ച സ്വാതന്ത്ര്യ ദിനത്തെ നമ്മൾ ആഘോഷമാക്കി മാറ്റുമ്പോൾ ത്രിവർണ്ണ പതാക ഉയർത്തി ജനഗണമന പാടിക്കൊണ്ട് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി ആ ആഘോഷ നാളുകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നുവെങ്കിൽ നോക്കൂ, ഇന്നത്തെ രാജ്യത്തെ വിവിധ ഇടങ്ങളിലുണ്ടായ അനുഭവങ്ങൾ മറ്റൊന്നായിരുന്നു. ഇതിനെയാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ബ്രിട്ടീഷ് നയം തന്നെ മറ്റൊരു തരത്തിൽ RSSന്റെ ശിക്ഷണത്തിൽ നമ്മുടെ നാട്ടിൽ സജീവമായി കൊണ്ടിരിക്കുന്നത് എന്ന് തെളിയിച്ച് പറയേണ്ടി വരുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഉയർന്നു വന്ന പല വികാര വിചാരങ്ങളെയും പ്രതിഫലിപ്പിക്കാനുള്ള പല ബിംബങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അതിലൊന്നാണ് വന്ദേമാതരം. വന്ദേമാതരം എന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന നോവലിൽ എഴുതിയ ആ കവിതയുടെ ആദ്യത്തെ 2 സ്റ്റാൻസകൾ മാത്രം പാടണമെന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യധാരയിലുള്ള ഗാന്ധിജിയെ പോലെയുള്ള ആളുകൾ തീരുമാനിക്കപ്പെടുന്നതിനൊരു കാരണമുണ്ട്. അതേ കാരണത്തിൻ്റെ എതിർദിശയിൽ നിന്ന് ചിന്തിക്കുന്നവരാണ് അന്ന് തന്നെ രാജ്യത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മുഖങ്ങളായിരുന്ന സവർക്കറെ പോലെയുള്ള, ഗോൾവാൾക്കറെ പോലെയുള്ള, ഹെഗ്ഡെവാറിനെ പോലെയുള്ള, ഇപ്പോൾ ഇതാ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക ഇടങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ പോലെയുള്ളവരുടെ ചിന്തകൾ. രാജ്യം ഇന്ന് അനുഭവിക്കുന്ന അതിരൂക്ഷമായ പ്രതിസന്ധികൾ മനസ്സിലാക്കാൻ നോക്കൂ, ഉത്തർപ്രദേശിലെ സ്കൂളിലേക്ക് സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ഒരു പിഞ്ചുകുട്ടി വിദ്യാർത്ഥി സ്കൂളിൻ്റെ ചില ഭാഗങ്ങൾ അടർന്നു വീണ് മരിച്ച സംഭവം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മുഖത്തെയാണ് കാണിക്കുന്നത്. പെട്രോളുമായി ബന്ധപ്പെട്ട് E20 പെട്രോൾ എങ്ങനെയാണ് നമ്മുടെ വാഹന ഉടമകളെ എത്ര രൂക്ഷമായി ബാധിക്കുന്നതെന്ന് നിർമ്മാണ കമ്പനികൾ അവസാനം തുറന്നു പറയേണ്ടി വന്നു. രാജ്യത്തെ ഏറ്റവും പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷന് ജാതി വിവേചനം നേരിടേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യം ഇവിടെ തുടരുകയാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖല അത്രയൊന്നും ആശാവഹമല്ല എന്ന് നമുക്കറിയാം. അത്തരം ഗൗരവതരമായ പ്രശ്നങ്ങൾ സ്വാഭാവികമായി നാം ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായി ചർച്ച ചെയ്യേണ്ട ദിനങ്ങളിൽ ഇവിടെ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലണം എന്ന് പാർലമെന്റിൽ ഒരു നിയമം ഉണ്ടാക്കി ആളുകളെ നിർബന്ധിക്കുന്നതിന് പിന്നിൽ ദേശീയ ബോധമോ ദേശീയ ഐക്യമോ അല്ല. ആ കവിതയുടെ അവസാന ഭാഗങ്ങളിൽ ഉയർന്നു വരുന്ന ഹിന്ദുത്വ ബിംബങ്ങളെ രാജ്യത്തുള്ള മുഴുവൻ ആളുകളെ കൊണ്ടും അംഗീകരിപ്പിക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് നമ്മൾ തിരിച്ചറിയണം. ഇവിടെയാണ് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാർ ഉയർത്തിയ നമ്മൾ ഐക്യത്തോടെ വ്യത്യസ്ത ധാരയിലുള്ള ജനങ്ങൾ ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും പ്രാദേശികവാദത്തിൻ്റെയും ഒക്കെ സംഘടിത താല്പര്യങ്ങൾക്ക് അതീതമായി ഒന്നിച്ച് പ്രവർത്തിക്കണം. അതുകൊണ്ട് തന്നെ വിഭാഗീയ ചിന്തകൾക്ക് ഇടമുള്ള പലതിനെയും മറന്നുകൊണ്ട് നാം ഒറ്റയാണ്, നമ്മൾ ഒറ്റക്കെട്ടായി ഈ ലോകത്തെ അഭിമാനത്തോടെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള കരുത്തുള്ളവരായി മാറണം എന്നുള്ള നമ്മുടെ പ്രത്യയശാസ്ത്രത്തിന് ബദലായി ഇന്ത്യക്കുള്ളിൽ ദേശീയ വിരുദ്ധരായ കുറെ ആളുകളുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള RSSന്റെ കുറുക്കു വഴിയുടെ ഭാഗമായിട്ടാണ്. നോക്കൂ, നിലവിൽ ദേശീയ ഗാനത്തിന് പകരമോ സമാനമായോ നേരത്തെ വരെ ദേശീയ ഗീതമായിരുന്ന വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലണം എന്ന് RSS ആഗ്രഹിക്കുന്നത് ഇത് ദേശീയതയുമായി ബന്ധപ്പെട്ടുള്ള, ദേശീയ ഐക്യവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും താല്പര്യത്തിനപ്പുറം രാജ്യത്തെ ജനങ്ങളെ പരമാവധി വിഭജിക്കുവാനുള്ള ധാരണയുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് ഇന്ത്യൻ പൊതുസമൂഹം തിരിച്ചറിയണമെന്ന് മാത്രമല്ല, ദേശീയ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെ മൂടിവെക്കാൻ വർഗീയ ചിന്തകൾക്ക് ഒട്ടേറെ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്ന അപകടവും ഇതിൻ്റെ പിന്നിലുണ്ട്.